ഇപ്പോൾ സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. വാർത്താ ചാനലുകളാണ്. അപ്പോൾ അത് എനിക്കതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് അതിന് പറയാന്നുള്ളത്. ഇപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പർദ്ദ ധരിച്ചു പോയത്. പക്ഷെ അത് എല്ലാ ദിവസവും അതിട്ടുകൊണ്ട് പോകണമെന്നില്ലല്ലോ. ഞാൻ അന്ന് അവിടെ അന്ന് അസോസിയേഷനിലെ ഭാരവാഹികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പർദ്ദ ധരിച്ചു പോയി. ശരിയാണ്, അതെൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചു. രണ്ടാമത് പോകുമ്പോൾ അവിടെ ഭരണാധികാരികളുണ്ട്, അവിടെ മീഡിയക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണോ ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ്. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് ഭരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ദ ധരിച്ചു പോയത്. സിനിമയുടെ പ്രൊഡക്ഷന്റെ പേരിലാണ് മറ്റൊരു ആരോപണം ലിസ്റ്റിൻ പറയുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പേരിലല്ല, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് 3 സർട്ടിഫിക്കറ്റ് വേണ്ടത്. അതാണ് കാണിക്കേണ്ടതെന്നാണ്. സാന്ദ്രയുടെ പേരിലുള്ള സെൻസ് സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടതെന്നാണ് ലിസ്റ്റിൻ പറയുന്നത്. അത് ഈ അസോസിയേഷന്റെ തന്നെ ട്രഷറർ ആയിരുന്നുകൊണ്ട് ലിസ്റ്റിന് ഈ ബൈലോയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ലിസ്റ്റിന് അങ്ങനെ പറയുന്നത്. ഇതാണ് ബൈലോ. ഈ ബൈലോയിലെ 23-ാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നത്: എനി റെഗുലർ മെമ്പർ who has got 3 or more number of pictures censored to his credit. ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ്, അല്ലാതെ ഫേമിന്റെ ക്രെഡിറ്റിൽ നല്ല പറഞ്ഞേക്കുന്നത്. ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ഓക്യുപ്പൈങ് എനി പോസ്റ്റ് ആസ് ആൻ ഓഫീസ് ബെയറർ എന്നാണ് പറയുന്നത്. ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ നോമിനേഷൻ തള്ളുകയാണ് ഉണ്ടായത്. അതിപ്പോൾ കോടതി തെളിയിക്കുമല്ലോ. 11-ാം തീയതി അതിന്റെ വിധി വരാനായിട്ടിരിക്കുകയാണ്. അപ്പം ലിസ്റ്റിൻ ചുമ്മാ അതും ഇതും പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിന് ഒന്നിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറി ഇരുന്നുകൊണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നു. അത് കഴിഞ്ഞ് 2016 ശേഷം 24 വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ 2016 വരെ ഒരു മെമ്പർക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഒരു ഫേമിനാണ്. മനസ്സിലായോ? ഒരു ഫേമിന് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ആ ഫേമിന്റെ പാർട്ട്ണർ ആയിരുന്നു ഞാൻ. അതിനെ റെപ്രസെന്റ് ചെയ്ത് നിന്നിരുന്നത് ഞാനാണ്. അതിന്റെ മാനേജിംഗ് പാർട്ട്ണർ ഞാനായിരുന്നു. അത് പ്രകാരം 2011 മുതൽ 2016 വരെ എനിക്കായിരുന്നു വോട്ടിംഗ് റൈറ്റ്സ്. അതിനുശേഷം ഞാൻ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പോൾ എനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് വന്നത്. എന്ന് വെച്ച് നമുക്ക് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി അതല്ല. മത്സരിക്കാനുള്ള എലിജിബിലിറ്റി ഏതെങ്കിലും 3 സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും 3 സിനിമകളെങ്കിലും ചെയ്തിരിക്കണം എന്ന് മാത്രമേ അതിനുള്ളൂ. ഈ ബൈലോ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എലിജിബിൾ ആണ്.